ദീപങ്ങളുടെ ഉത്സവത്തിലേക്ക് ഉത്തരേന്ത്യ. ദീപാവലി ആഘോഷങ്ങൾക്ക് ഡൽഹി സർക്കാർ തുടക്കം കുറിച്ചു. കർത്തവ്യപഥിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി രേഖ ഗുപ്ത ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഡ്രോൺ ഷോയും ലേസർ ഷോയുമായിരുന്നു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയത്. ഒന്നര ലക്ഷം മൺചിരാതുകളാണ് കർത്തവ്യപഥിൽ തെളിഞ്ഞത്. ഡൽഹി സർക്കാരിന്റെ ദീപോത്സവം മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. हम चाहते हैं दिल्ली के चेहरे पे मुस्कुराहट आए, दिल्ली खुशियों से भरी हो और हर व्यक्ति का ये दीपावली का त्यौहार, ये महापर्व सबके लिए खुशदाई हो और बहुत ही आशीर्वाद देने वाला. ദീപാവലിയുടെ ഐതിഹ്യം വിളിച്ചോതുന്ന ഡ്രോൺ ഷോ കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമായിരുന്നു. बहुत अच्छा लगा यहाँ पे आके और दो लाख दिए देख के मेरा मन जगमगा गया और यहाँ पे जो लेजर्स हुआ मेरे को बहुत अच्छा लगा. യൂഷ്വലി ദീപാവലി ഇവിടെയൊക്കെ കുറേ ലാമ്പൊക്കെ കത്തിക്കും, ദിയ കത്തിക്കും, പിന്നെ ഫയർ വർക്ക്സ് ഇപ്രാവശ്യം ബാൻഡാണ്, പക്ഷേ അവർ പിന്നെയും കത്തിക്കും. പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് പിന്നെ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സ് ഒക്കെ നടക്കും, അങ്ങനെയാണ്. മലിനീകരണത്തിന്റെ തോത് ഉയർന്നു നിൽക്കുന്നതിനാൽ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷത്തിന് കർശന നിയന്ത്രണമുണ്ട്. तो पटाखा वो तो एक अच्छी है प्रदूषण को लेकर भी और बच्चों को लेकर भी, जो इस समय बहुत ज़्यादा प्रॉब्लम्स हो रही हैं और प्रदूषण की वजह से बहुत सारी बीमारियां फैल रही हैं. बड़ी दिवाली पे हम लोग पटाखे फोड़ते हैं, मिठाई जो भी रिलेटिव्स है, मिठाई आपस में मिठाई हम लोग देने जाते हैं, बहुत मस्ती करते हैं, काफ़ी ज़्यादा एंजॉय करते हैं फैमिली एंड फ्रेंड्स के साथ में. विदाउट पटाखे अभी दिवाली तो मनाया ही नहीं जा सकता है. ദീപങ്ങളുടെ ഉത്സവത്തിന് ഉത്തരേന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ ഉത്തരേന്ത്യക്കാരുടെ ആഘോഷ ദിനങ്ങളാണ്. ഡൽഹി കർത്തവ്യപഥിൽ നിന്നും ആരിഫ് മുഹമ്മദിനൊപ്പം സജു തോമസ്, മീഡിയ 1.